ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു തൊട്ടും കിടക്കെന്നെണ്ണി തള്ളിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. ൊടുവിട്ടൊടുവില്ല നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി 8-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ കരയിലും കടലിലും ആകാശത്തിലും മനുഷ്യൻ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. നാട്ടിലെ മൃഗങ്ങളും കാട്ടിലെ മൃഗങ്ങളും ആകാശത്തിലെ പക്ഷികളും സമുദ്രങ്ങളിലെ മത്സ്യങ്ങളും അവൻ തൻ്റെ നിയന്ത്രണത്തിലാക്കി. കരമാർഗവും ജലമാർഗവും വായുമാർഗവുമുള്ള സകല യാത്രകളും അവൻ കൈപ്പിടിയിൽ ഒതുക്കി. സകലത്തെയും ഭരിക്കുന്ന മനുഷ്യൻ തന്നെ ഈ നിയോഗം ഏൽപ്പിച്ച ദൈവത്തെ മറന്ന് ജീവിക്കുന്നു. മനുഷ്യനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി ഈ ലോകത്തിൽ സ്വന്തം പ്രതിനിധിയായിരിക്കേണ്ടതിന് ബുദ്ധിശ്രേഷ്ഠതയും ഇച്ഛാശക്തിയും അധികാരവും നൽകിയാണ് നിർത്തിയത്. എന്നാൽ മനുഷ്യൻ പ്രപഞ്ചത്തെ കീഴടക്കിയപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവിനെ മറന്നു. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞ് അവനിൽ വിനയപ്പെട്ട് തൻ്റെ നിയോഗം പൂർത്തീകരിക്കുവാൻ ഈ നാളുകൾ ഒരുക്കപ്പെടണം. മരണമുള്ള മനുഷ്യനെ തൻ്റെ സഹപ്രവർത്തകനാക്കിയ ദൈവത്തെ സ്തുതിക്കുകയും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിവർത്തിക്കുവാൻ ഒരുങ്ങുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തന്ന അധികാരവും പദവിയും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.